മോഷണോ? ഒന്നും പതുക്കെ പറയടാ. മോഷ്ടിക്കുന്നതിന് മുമ്പേ നീ നാട്ടുകാരെ അറിയിച്ച് എന്നെ ജയിലിലാക്കോ? എനിക്കൊന്നും വയ്യ. അല്ല, പുറത്തുനിന്ന പച്ചൻ നല്ല താടി ഉണ്ടായിരുന്നല്ല, ഇപ്പൊ അതവിടെ പോയി? അത് പുറത്ത് നഖത്തോട്ട് കയറിയപ്പോഴേ ട്രിം ചെയ്ത് കയറിയത്. എങ്ങനെയുണ്ട്? കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക്. ഇന്ന് നാട്ടുകാരെടുത്ത് വക്കും. ഓ, പറയണ കേട്ടതൊന്നും ഒരു ദിവസം എടുത്ത് വക്കൂലാന്ന്. നീ ഇത് വിട്, ബാക്കി കാര്യം പറ. മോഷ്ടിക്കാനും കക്കാനും ഒന്നും ഈ ജിത്തുവിനെ കിട്ടൂല. അതെനിക്ക് ചേർന്ന പണിയല്ല. നിന്റെ ഫോണിൽ പച്ചരവി നടക്കയില്ലേ? അത് മാറ്റി നമുക്ക് പുതിയൊരു ഫോൺ എടുക്കണ്ടേ? എടുക്കണം, മോഷ്ടിക്കാം. ന്യായമായ കാര്യങ്ങൾക്ക് മോഷ്ടിക്കൽ തെറ്റില്ല. പിന്നെ ഞാൻ ഈ പരിപാടിക്ക് നിന്നെ തന്നെ എന്റെ പാർട്ണറായിട്ട് വിളിച്ചതിന്റെ കാര്യം എന്തെന്നറിയാമോ? എപ്പോഴും അച്ഛന്റെ കൂടെ തന്നെ ഞാൻ നിൽക്കുമെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ? അതുകൊണ്ട്. അത് മാത്രമല്ല, നിനക്ക് ജനിച്ചപ്പോഴും ഒരു കള്ളലക്ഷണമുണ്ട്. എനിക്ക് അന്നേ അറിയാമായിരുന്നു ഈ കള്ളലക്ഷണം എന്തെങ്കിലും എനിക്ക് ഉപകാരപ്പെടുമെന്ന്. ഈ കള്ളലക്ഷണം എനിക്കതുണ്ട്. പ്ലാൻ പറയും. നമുക്ക് 2 പ്ലാനുകളാണുള്ളത്. പ്ലാൻ എയും പ്ലാൻ ബിയും. പ്ലാൻ എ പാളിപ്പോയാൽ ബാക്കപ്പ് പ്ലാൻ ആയിട്ടാണ് പ്ലാൻ ബി. അപ്പോ പ്ലാൻ ബി പാളിയാൽ നേരെ പൂജപ്പുര. അവിടെ ആയിരിക്കണം, സെൻട്രൽ ജയില്. അച്ഛാ, ഇതെങ്ങാനും ഫ്ലോപ്പായ എന്റെ ജീവിതം. നീ പേടിക്കണ്ട, നിന്നെ ജയിലിൽ കൊണ്ടാക്കിയിട്ടേ ഈ അച്ഛൻ മടങ്ങും. ഇതെന്തൊരു അങ്കമ്പാടിയിൽ കൊണ്ടാക്കണതാ? അല്ല, അപ്പൊ അച്ഛനാ? ഞാൻ മാപ്പ് സാക്ഷി ആയിക്കോളാം. പ്ലാനിങ്. നമുക്കതൊന്നും പറഞ്ഞു നിൽക്കുന്ന സമയമില്ല. നീ പോയേ ഒരു സ്കെച്ച് പേന് ഒരു ചാർട്ട് മാച്ചോണ്ട് വാ. പൈസയാ? പൈസ എത്ര ആവും? ഒരു 20 രൂപ ആവും. ചില്ലറയില്ലടേ, നീ അമ്മേരെ കാണിച്ചു. കുഴപ്പമില്ല, ഞാൻ ചില്ലറ മാറിക്കോളാം. എന്റെ പൈസ ഇല്ലടേ കാലി. ഈ ദാരിദ്ര്യം വെച്ചോണ്ടാ മോട്ടിക്കാൻ പോണ? പിന്നെ പണക്കാരെ മോട്ടിക്കാൻ പോണ? ഇവ ആരുടെ അവൻ? നീ പറഞ്ഞ പോലെ കേട്ടാണ്. വാ. വാട്ടർ കളർ വല്ലതും വേണോ? ഇവിടെ ആരെങ്കിലും പെയിന്റിങ് കോമ്പറ്റീഷന് പോണാടാ? ഓ, അമ്മ ഒരു 20 രൂപ വേണം. ഉണ്ടാ? എന്തിനാ? ചാർട്ട് പേപ്പർ വാങ്ങിക്കാൻ. ചാർട്ട് പേപ്പർ എന്തിന്? നാളെ കോളേജിലെ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്, അതിന്. അരിക്കലത്തിലിരിപ്പുണ്ട്, എടുത്തോ. ഓ, അല്ല, നീ പ്രോജക്റ്റ് വെക്കാനായിട്ട് നീ ഏത് കോളേജിൽ പഠിച്ചാൻ പോണ്? ഒരു കൊല്ലായാലും നീ പാസ് ഔട്ട് ആയിട്ട്. ഇത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ പ്രോജക്റ്റ്. പ്രോജക്റ്റിന്റെ പേരെന്തോന്ന്? പേര് ആന്റി തെഫ്റ്റ് മുത്തു ഹോം പ്രൊസസർ പവർഡ് ബൈ ഇന്റൽ. 20 രൂപ എടുക്കാവൂ? ഓ, 2000 രൂപ തീന്നെടുക്കണം. അതിന് 20 രൂപ ഉള്ളൂ. ഇതാ അമ്മ നിങ്ങൾ വാങ്ങിക്കാൻ പറഞ്ഞിട്ട പഴം, ഏത്തപ്പഴം. നീ ഇങ്ങനെ ഏത്തപ്പഴവും വാങ്ങിച്ചോണ്ട് നടാ. ഞാൻ എന്റെ സ്വന്തം പൈസക്ക് വാങ്ങിച്ച പഴമാണ്, ഇവന് കൊടുക്കല്ലേ അമ്മ? എനിക്ക് വേണ്ട നിന്റെ പഴമൊന്നും. അവന്റെ ഒരു ഏർപ്പെടുത്തും പൊട്ടിച്ചാല. ഇതാച്ചാ ചാർട്ടും സ്കെച്ചും. വെരി ഗുഡ്. ഇത് വെച്ച് നീ എന്തിനു ചെയ്യും? അത് എന്റെ അടുത്താ ചോദിക്കുന്നത്, നിങ്ങളല്ലേ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ. നമുക്ക് ഒരു ബോർഡർ വരയ്ക്കാം. ഇതെന്തൊരു പോസ്റ്റർ മേക്കിങ്ങാ? മകനെ നെല്ല് അച്ഛനാണ്, അത് ഓർമ്മ വേണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതങ്ങ് മറന്നു പോവും. വേണ്ട വേണ്ടെങ്കിൽ ഇങ്ങടിക്ക് ഞാൻ കൊണ്ടു കൊടുക്കാം. എന്തൊരു കാണിക്കാൻ പോണാ എന്തോ. വീടിന്റെ പ്ലാൻ വല്ലതും വരച്ചു വെക്കോ എന്തോ. ഓഫ്, ഡാർക്ക് തെറ്റി. ഡേയ്, മായ്ക്കാൻ മാപ്പ് കേട്ട വല്ലതുണ്ടാ? തുപ്പല് വരട്ടി അങ്ങ് മായ്ക്കി. നമ്മളൊക്കെ അങ്ങനെയും ചെയ്തോണ്ടിരുന്ന. കൺട്രി വല്ലതും നടക്കോ? നടക്കേലടാ, ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നെട്ടോട്ടോ ആയിരിക്കും. യെസ്, ദ സ്കെച്ച് ഈസ് റെഡി. നോക്കട്ടെ. ഹൗ ഈസ് ദിസ്? കൊള്ളാം. അടുത്ത ലക്കത്തിലെ ബാലരമയിലെ ചിത്രരചനാ മത്സരത്തിന് അയച്ചു കൊടുക്കാം. ഇതെന്തോന്ന് കാണിച്ചു വെച്ചേക്കണം, മനസ്സിലായില്ല? പറഞ്ഞതാ. ഐ വിൽ എക്സ്പ്ലെയിൻ. ദിസ് ഈസ് മൈ മാസ്റ്റർ വർക്ക്. കണ്ടിട്ട് തോന്നാനില്ല. തോന്നും. ഇതാണ് നമ്മുടെ വീട്. ബ്രില്യന്റ് അല്ലേ? അസഹനീയം. കോഴിക്കോട് വരച്ച് വെച്ചിട്ട് നമ്മളെ വീടെന്നാ. മാറിപ്പോയിരിക്കാൻ വേണ്ടി രഘുസ് ഹൗസ് എഴുതി വെച്ചിട്ടുണ്ട്. നന്ദിയുണ്ട്. ആയിക്കോട്ടെ. നമ്മുടെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറം പോയാൽ സുലോചനയുടെ വീടായി. ഇതാണ് ഈ വീട്. സുലോചന മാമിയുടെ വീട് സൂപ്പറായിട്ട് വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. അത് ഞാൻ വരയ്ക്കുന്നുണ്ട്. നേക്കേര വാട്ടർ ടാങ്ക് എല്ലാതേലും ഉണ്ട്. എന്തെങ്കിലും തേങ്ങ വിട്ടാറായില്ലേ? വലച്ചിരിക്കണം. സുലോചനയുടെ വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ വരികയാണെങ്കിൽ ഇന്ദ്രജിയുടെ വീടായി.
ഇന്ദ്രജിയുടെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ ഇപ്പുറമാണ് ശശാങ്കന്റെ വീട്. നോട്ട് എ പോയിന്റ്. ശശാങ്ക മാമന്റെ വീട് വരച്ചിട്ടില്ലല്ല, പേര് മാത്രല്ലേ ഉള്ളൂ. അവന്റെ വീട് 10-15 നിലമുണ്ട്. വരച്ചു വരുമ്പോഴേക്കും ചാർട്ട് പേപ്പർ എത്തിക്കും. കണ്ടിന്യൂ. പിന്നെ ഡയറി ഫാം അങ്ങനെ ഉണ്ട്. ഡയറി ഫാം കൊള്ളാം, പക്ഷെ അതിൻ്റെ അകത്ത് എന്തൊരു കുരങ്ങ. കുരങ്ങല്ലേ, ആടാണത്. ബാക്കി പറയും. ശശാങ്കന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ പോയാൽ കൃതാങ്കന്റെ വീടെത്തി. കൃതാങ്കന്റെ വീട്ടിലെ ഇടത്തെ സൈഡാണ് പുഴ. പുഴ കഴിഞ്ഞാൽ മല. മല കഴിഞ്ഞാൽ ബുജിയുടെ വീട്. അതായത് ഡോറ ബുജിയുടെ ബുജി. മല കഴിഞ്ഞാൽ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ KBCD ഓഫീസ്. KBCD കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് പഞ്ചായത്ത് ഓഫീസ്. പഞ്ചായത്ത് ഓഫീസിൽ 2 കിലോമീറ്റർ കഴിഞ്ഞാൽ പഞ്ചായത്ത് ഗ്രൗണ്ട് എത്തി. പഞ്ചായത്ത് ഗ്രൗണ്ടിൽ എന്തൊരു കുത്തായിട്ട്. അവിടെ ഭയങ്കര പട്ടിക്കാട്ട ശല്യമുണ്ട്, തെരുവട്ടികളെ. അതുകൊണ്ട് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് ഞാൻ. കണ്ടാ മുട്ടക്കൊന്നും എന്താ വരച്ചിരിക്കുന്നത്. അപ്പം പോലെ ഇരിക്കുന്നു. കടലയും കൂട്ടി കഴിച്ചല്ല. എങ്ങനെയുണ്ട് സ്കെച്ചും പ്ലാനും? ഗംഭീരം, അതിഗംഭീരം. അങ്ങനല്ലേ വരൂ, ഞാനല്ലേ വരച്ചത്. ഈ പഞ്ചായത്ത് മുഴുവൻ അച്ഛൻ വരച്ചു. ഇതിലെവിടെയാണ് നമ്മൾ കയറാൻ പോകുന്ന പാണ്ടിമുത്തുവിന്റെ വീട്? ശശാങ്കന്റെ വീട് കഴിഞ്ഞ് ശാന്തയുടെ വീട്, കുസുമത്തിന്റെ വീട്. ഇല്ലല്ലേ? ഇനി ഒരു സത്യം പറയട്ടാ, അവന്റെ വീട് എന്റെ മനസ്സിലുണ്ട്. മനസ്സിന്റെ അകത്തുണ്ടെങ്കിൽ പിന്നെ എന്തിനും ഇത്രയും വരച്ച് വേസ്റ്റ് ആക്കി കളഞ്ഞാ? നിനക്ക് നമ്മുടെ പഞ്ചായത്തിനെ പറ്റി ഒരു ധാരണയില്ല. ഒരു ധാരണ ഉളവാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് വരച്ചത്. ഉളവാക്കാൻ 20 രൂപയ്ക്ക് വല്ല ചോക്കോബാർ വാങ്ങിച്ച് കഴിച്ചാൽ മതിയായിരുന്നു. അച്ഛൻ ഒന്നും കാണാതെ ഇങ്ങനെ വരയ്ക്കൂലടാ. അതിന്റെ കുണം ഇതിൽ കാണാറുണ്ട്. സുലോചനയുടെ വീട് കുറച്ചുകൂടെ മോടി പിടിപ്പിക്കണം അല്ലേ? എന്റെ ഫോൺ അവിടെ ഇരിക്കുന്നു. ചോദിക്കാതെ പറയടാ, കയറി വരണ. ഞാൻ എന്റെ ഫോൺ എടുക്കാൻ വേണ്ടി. ഇതെന്തായാലും ചാർട്ടിൽ പടമൊക്കെ വരച്ച്. അടുത്ത ആഴ്ച നമുക്ക് മ്യൂസിയത്തിൽ വെച്ചൊരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി വരയ്ക്കണത്. കോമ്പറ്റീഷനാ? തീം എന്തോന്ന്? എന്റെ വീട്. എന്റെ വീടെന്ന് പറഞ്ഞിട്ട് 10-15 വീടുണ്ടല്ലോ അതിൻ്റെ അകത്ത്. കൂട്ടുകുടുംബം നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പോ അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ ഈ വരപ്പ് അല്ലേടാ? ആ, ഫസ്റ്റ് അടിക്കോ? പ്രോത്സാഹന സമ്മാനമെങ്കിലും കിട്ടാതെ നമ്മൾ വരൂല. കിട്ടിയാ മതി. പണിക്കും പോവാതെ പടം വരച്ചുകൊണ്ടിരിക്കണം. എന്തൊരു ഏർപ്പെടുത്തോടെ എന്റെ ചേട്ടന്. വെറുതെ എനിക്ക് ഏറ് ശ്വസിക്കാൻ പോലും കിട്ടാത്ത. അതെന്ത്? അന്തരീക്ഷത്തെ മൊത്തം ഏറ് അവൻ കുത്തിക്കയറ്റി വെച്ചേക്കല്ലേ അകത്ത്. ജോലിയുള്ളതിന്റെ അഹങ്കാരം. മക്കളെ നീ ഇങ്ങനെ ആവല്ലേടാ? ഇല്ല അച്ഛാ, ജോലി കിട്ടിട്ട് എന്നെ ഇവിടെ കണ്ടു കിട്ടിട്ട് വേണ്ടേ? വല്ലതും പറഞ്ഞാടാ? ഇല്ല അച്ഛാ, അച്ഛൻ ഞാൻ പൊന്നു പോലെ നോക്കും. അങ്ങനെ നോക്കിയാ മതി. ഞാൻ ഈ സുലോചന വീട് ഒരു 3 നിലയാക്കാൻ പറ്റും. ആക്കിക്കോ. ഉടായിപ്പ് ചന്ദ്രിയുടെ വീട്. അച്ഛാ, വാട്ട്സ് നെക്സ്റ്റ്? അടുത്ത പ്ലാൻ എന്തിനാണ്? കോസ്റ്റ്യൂം. നമ്മളെ ആര് കണ്ടാലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കോസ്റ്റ്യൂമാണ് നമുക്ക് വേണ്ടത്. പറന്നിട്ടുകൊണ്ട് പോയല്ല. നമുക്ക് ഒരു ഐഡന്റിറ്റി വേണം, ഏത് കോസ്റ്റ്യൂം ആണെങ്കിലും. ഓ, മോട്ടിക്കാൻ പോകുമ്പോഴല്ലേ ഐഡന്റിറ്റി. ഒരു കള്ളന്മാരും ഇതുവരെയ്ക്കും ഇടാത്ത ഒരു കോസ്റ്റ്യൂം. പാർട്ടി വെയർ. ഇട കളറെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണം. ചുമല, പിങ്ക്, പച്ച, നോ കറുപ്പ്. ഓ, വെറൈറ്റി. ഇവിടെ എന്തൊരു പാർട്ടി വന്ന കാര്യമൊക്കെ സംസാരിക്കണം. അടുത്ത ആഴ്ച മ്യൂസിയത്തിൽ വെച്ച് നമുക്കൊരു ഫാഷൻ ഷോ ഉണ്ട്. അപ്പോഴേ അതിനിടാൻ വേണ്ടി പാർട്ടി വെയർ ഓർഡർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലേലും കോലം കിട്ടാൻ നിങ്ങൾ മിടുക്കനാണല്ല. സൂയിലാണെങ്കിലേ പാർട്ടി വെയർ വേണ്ട നിങ്ങൾക്ക്. അതെന്ത് ജലജേ? ചിമ്പാൻസി ഡ്രസ് ഇടൂലേ? നിന്റെ പ്രോജക്ട് എന്തിനാടാ? പ്രാക്ടിക്കൽ സെക്ഷൻ ഇന്ന് രാത്രി സ്റ്റാർട്ട് ചെയ്യും അമ്മ. ആര് ഗൈഡ്? അച്ഛൻ തന്നെ. അപ്പൊ പ്രോജക്ട് ഡൈഡ്. നാളെയാണ് ബാങ്കിലെ ലാസ്റ്റ് ഡേറ്റ്. അറിയാല്ല, അടച്ചില്ലെങ്കിൽ സ്ഥലം പോവും. പൈസ നാളെ വെളുപ്പാങ്കാലത്ത് തന്നെ ബാങ്കിൽ എത്തിച്ചാ പോരെ ജലജേ? കള്ളനോട്ടൊന്നും അവിടെ എടുക്കൂല. കള്ളനോട്ട് മാത്രമല്ലല്ലോ. കക്കാൻ പോണല്ലേ? അത് അമ്മക്ക് എങ്ങനെ മനസ്സിലായി? കക്ക വാരി വിറ്റിട്ടാണെങ്കിലും പൈസ കൊണ്ട് അടയ്ക്കുമെന്നാണ് ഉദ്ദേശിച്ചല്ലേടാ? ഓ, ഈ കക്ക എവിടെ അച്ഛൻ വരാൻ പോണ? എന്റെ അച്ഛന്റെ വീട്ടില്. രഘു ഫണ്ട് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. See you tomorrow. 2 മോതിരം കൂടെ എനിക്ക് ആകെ ഉള്ളത്. അതടിച്ച് മാറ്റം മാറ്റി വെക്കണം. അവിടെ പോയാ നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കൂറപ്പരിപാടി കാണിക്കരുതെന്നു. എവിടെയാണെങ്കിലും ബുദ്ധി ഉപയോഗിക്കണം. അച്ഛനുള്ളതല്ലേ എനിക്ക് കിട്ടുള്ളൂ. എത്ര മണിക്ക് ഇറങ്ങണം? 8 മണി. ഒരു 11:30 ഇറങ്ങിയാ പോരെ? അതെന്ത്? ഇന്ന് IPL മുംബൈയുടെ കളിയുണ്ട്. തോക്കണ ടീമിന്റെ കളി എന്തിനാ കാണാൻ നിൽക്കണം? എങ്കിൽ പിന്നെ 8 മണിക്ക് ഇറങ്ങാം. ഈ ചാർട്ടിങ് എന്തിനോടെ കത്തിച്ചു കളയും. പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്താലേ? അച്ഛാ,
സമയം 8 മണിയായിട്ടുള്ളൂ. ആൾക്കാരൊന്നും ഉറങ്ങിയിട്ടുണ്ടാവൂല. ഇപ്പൊ നമ്മളെ കണ്ട സീനല്ലേ? ഒരു സീനും ഇല്ല. രാത്രി 12 മണിക്ക് ഇറങ്ങുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ ഇറങ്ങിയ ആൾക്കാർ വിചാരിക്കും വഴിപോക്കന്മാരായിരിക്കും നമ്മൾ. വഴിപോക്കന്മാരെ കറക്റ്റ് ഡ്രസ് തന്നെ കൊള്ളാല്ലേ? പിന്നെ നീ ഫ്ലോറോക്കോം എടുത്ത്. പക്ഷെ അത് വെച്ച ബോധം പോകും അറിഞ്ഞൂടാ. നീ പേടിക്കണ്ട, ബോധം പോവും. നിന്റെ ചേട്ടനിൽ പരീക്ഷിച്ചാണ് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ. അതേതായാലും നന്നായി. പക്ഷെ ബോധം പോയിട്ടേ അവന്റെ ഏറുപിടുത്തം അവൻ വിട്ടില്ലതൊരിക്കും പാട്ടി. അച്ഛാ, അമ്മയ്ക്ക് നമ്മൾ എന്തെങ്കിലും സംശയം കാണോ? നമ്മളെക്കാളും ബുദ്ധിയില്ലാത്തവള്. പൊട്ടി മരപ്പൊട്ടി. കൊല്ലാത്ത സമയം നോക്കി നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. വാ. പൈസ പാണ്ടിമുത്തുവിന്റെ വീട്ടിൽ തന്നെ കാണുമെന്ന് എന്തൊരു ഇത്ര ഉറപ്പ്? ബാങ്കിലാണെങ്കിലാ? ഡെപ്പോസിറ്റ് ഫോം ഫില്ല് ചെയ്യാനോടാത്തവനെ വീട്ടിലെ പണം സ്റ്റോറിൽ വെക്കും. പിന്നെ പണം എടുക്കണ കൂട്ടത്തില് പാവപ്പെട്ടവരെ കുറെ ആധാരവും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പലിശയും കൊടുത്താൽ ദൂരെ തിരിച്ചു കൊടുത്തില്ല. അതെല്ലാം എടുത്ത് നമുക്ക് ആ വീട്ടിലെ മുറ്റത്തോണ്ടിടണം. കായംകുളം കൊച്ചുണ്ണില്ലേ? ഇതൊക്കെ എന്ത് പണ്ടേ. അപ്പൊ പണ്ടോട്ടേ ഈ പരിപാടി ഉണ്ടല്ലേ? ചോദിക്കാതെയും പറയാൻ എടുക്കുമായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോഴാണ് കക്കാനൊക്കെ തുടങ്ങിയ. വാ പാണ്ടിമുത്തുവിന്റെ വീടെത്തി. നീ നേരെ പോയി മെയിൻ സ്വിച്ച് ഓഫ് ആക്ക്. അടിത്തലി വാ, അവന്റെ തല അടച്ചു ഓടി. കറണ്ട് പോച്ചാ. ഇതൊക്കൊരു മാസാ തലേവാ. മാസം ഞാൻ കാട്ടിത്തരേ. കാട്ടിത്തരാടാ കാട്ടവരാതി. യാരത്? നിന്റെ കൊപ്പൻ. എന്നടാ അത് പോച്ചേ. മുത്തുവണ്ണ ഫ്ലാറ്റ് സക്സസ്. ഇന്നിവൻ എണീക്കില്ല. നാളെ എണീക്കോ? മോഷണം കൂടാതെ കൊലപാതക കേസും കൂടെ വരുവച്ചാ. പിന്നെ ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം. നീ ഇനിയിപ്പം ഇവിടെ നിന്ന് മോഷ്ടിച്ചിട്ട് അങ്ങ് വന്നാൽ. ഇറക്കല്ലേ കൂടുതല്. വാ പൈസ തപ്പാ. ഇന്നവന്റെ മൊത്തം അടിച്ചു മാറ്റിയല്ല. പാടില്ല. മോഷണത്തിനൊരു എത്തിക്സ് ഉണ്ട്. അത് നീ കളഞ്ഞു കുടിക്കരുത്. എത്തിക്സ് ഉള്ള അച്ഛൻ കള്ളൻ. ഗ്രേറ്റ് അച്ഛൻ. താങ്ക്സ്. നീ എത്തിക്സ് തൊലിക്കാതെ പണം ഉണ്ടാകും തൊലി. അല്ല നോക്ക്. തുറക്കല്ലേ. ഇതെന്തരി? ഡയറി എഴുതുങ്ങേരി. നാണൊരാൾ നിനക്ക് മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് എത്തി നോക്കാൻ. സോറി അച്ഛാ. നീ ഉറക്കം വായിച്ചാണ്. ഞാനിവിടെ കേക്കട്ടെ. എല്ലാം ജെട്ടിയാണല്ലോ. അവന്റെ ജെട്ടി വീഴാന്ന് പറഞ്ഞിട്ട് ஏன் கண்மணி, உன்னை நான் ரொம்ப காதலிக்கிறேன். உன்னோட ஆദ്യ நொடியிலே என் ஹிருதயம் உடைஞ்சு போச்சு. ഇതിൻ്റെ അകത്തൊരു പുണ്ണാക്കും ഇല്ല. എടേ, എവന്റെ ഹൃദയം തിരി കുപ്പിച്ചില്ല ഉടഞ്ചു പോവാൻ. நான் சாவற வரைக்கும் உன் மேலே உள்ள என் ஆசை அடங்காது இருக்கும். ആരെങ്കിലും അറിഞ്ഞാലേ ഇവനെടുത്ത് അടക്കിക്കോളും. വേപ്പന്റെ പേര എന്തെങ്കിലും ഉണ്ടാ? ഫോട്ടോയാ? പേരൊന്നുമില്ല. ഒരു അഡ്രസ്സുണ്ട്. പെണ്ണിന്റെ ആണെന്നാണ് തോന്നണ. വായിച്ചാണ്. തൊള്ളവിലാസം കച്ചിത്തുരുമ്പ് പിയോ വാപ്പിളിമുക്ക്. തൊള്ളവിലാസം കച്ചത്തുരു. ശാന്തയുടെ മേൽവിലാസം അല്ലേ അത്? അവർക്കതിന് മോളുണ്ടാ? ഇല്ല. അപ്പോഴേ യവന്റെ അടങ്ങാത്ത ആസയില്ലേ അവളുടെ മേലിലാണ്. ചെന്ന് കേറിക്കൊടു. യവൻ ഇതിലും വലുത് വേറെ എന്തോ വരാനുണ്ട്. നമ്മൾ ഈ ചെയ്യണതേ ഒരു തുടക്കം മാത്രം. ഡേ ഇൻ മൈ ലൈഫ് 1. കാലയിൽ എണിച്ചിട്ടേൻ, പല്ല് തേച്ചിട്ടേൻ, കുളിച്ചിട്ടേൻ, സാപ്പിട്ടേൻ, തൂങ്ങിട്ടേൻ. ഡേ ഇൻ മൈ ലൈഫ് 2. കാലയിൽ എണിച്ചിട്ടേൻ, കുളിച്ചിട്ടേൻ, സാപ്പിട്ടേൻ, തൂങ്ങിട്ടേൻ. ഇതെന്തൊരു ഡേ ഇൻ മൈ ലൈഫ്? നീ വായിച്ച രണ്ടാമത്തെ ഡേ ഇൻ മൈ ലൈഫില് അതിന് ഒന്നിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഇവൻ പല്ല് തേച്ചിട്ടല്ലേ സാപ്പിട്ടത് പാട്ടി. അവന്റെ ഒലക്കയിലെ ഡയറി. അച്ഛാ, ഒരു പെട്ടി. ഇതിൽ തന്നെ പൈസ കാണും അച്ഛാ. അത് നിനക്ക് ഇങ്ങനെ അറിയാം? വേറൊന്നും തുറന്നിട്ടൊന്നും കിട്ടിയില്ല. ഇതും കൂടെ നോക്കാവുള്ളൂ. നീ തുറ. ട്രാപ്ഡ്. നമ്പർ ലോക്ക്. 000. അടിച്ചു നോക്കാം. തുറന്നോ? പാണ്ടിമുത്തു. പാണ്ടി. മാങ്ങയുടെ പാണ്ടി. മാങ്ങയ്ക്ക് കിലോ 100. 100. 100. അടി.
തെറ്റി. പാണ്ടി മുത്തു, മുത്ത്, മുത്ത്, സ്വർണം, സ്വർണം, 916 അടി അടി. പൊട്ട തെറ്റി. ബ്രെയിൻ വർക്കാവുന്നില്ലല്ലോ. ആരെ ബ്രെയിൻ? എന്റെ ബ്രെയിൻ. നീ അവന്റെ ചുറ്റുമുള്ളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. ഒരു ടാബ്, കസേര, ഒരു മേശ. ടാബ്ലറ്റ്. അവന്റെ ടാബ്ലറ്റിലെ പാസ്വേഡ് ആദ്യത്തെ 3 അക്കമായിരിക്കും ഈ പെട്ടിയുടെ പാസ്വേഡ്. ടാബിന്റെ പാസ്വേഡ് ഇന്നലെ വീട്ടിൽ വന്ന് പറഞ്ഞു തന്നോണ്ട് നമുക്കറിയാല്ല. അതെന്താ എന്തെങ്കിലും പറഞ്ഞു നോക്കട്ടെ. ശാന്തര ഫോൺ നമ്പർ വല്ലതും കാണാൻ 1 2 3. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്ന. അവര് 1 തൊട്ട് 3 വരെ എണ്ണാനും എഴുതാനും അറിയാവൂ. മണ്ടൻ നമ്മളും അവര്. നീ പെട്ടി തുറ പെട്ടെന്ന് നടക്കാം. ആദ്യമാണല്ലോ ഇത്രയും സ്വർണ്ണവും പണമൊക്കെ കാണണ. ഒന്ന് പൊടിക്കാടങ്ങ് ആക്രാന്ത. പെട്ടെന്ന് ചാക്കെടുത്തോണ്ടോ? അല്ല അത് കയറ്റ ആക്രാന്തം വേണ്ട. അന്നേരം പുറത്തൊരു ശബ്ദം. അതെ, ആ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പോയത് എത്തിയില്ല ഇതുവരെ. അവന് എണീക്കൂല. ആ പുറത്തിറങ്ങണ്ട. CCTV ഉണ്ടല്ലോ, അതുകൂടി നോക്കാം. ലൈവ് കാണാൻ പറ്റുമല്ലോ, അതല്ലേ കാണാൻ പറ്റുമോ? അപ്പൊ ഇത്ര സിമ്പിൾ ആയിരുന്നല്ലേ മോഷണം? പിന്നല്ലാതെ സ്ഥിരം പരിപാടിയാക്കിയല്ല. എവിടെ തല പിടിച്ചോണ്ട് പോണ്? ഗേറ്റ് തുറന്നകത്ത് കയറാൻ. ഗേറ്റ് തുറന്ന കൊണ്ടിയുടെ ശബ്ദം കേട്ട് ജലജ എണീക്കൂലേ? അത് പ്രശ്നമാവൂലേ? അതുകൊണ്ട് ഗേറ്റ് വഴി പോണ്ട, മതില് ചാടിപ്പോവാ. മുത്തി ശബ്ദവും കേൾക്കൂല. ഫസ്റ്റ് ഞാൻ കയറാം, എന്നിട്ട് നീ കയറിയാ മതി. തൊലയിരിക്കുമ്പോ പാലാണ്. കള്ളന്മാര് ഒന്നുമില്ലാത്ത വീട്ടിൽ കയറി മോഷ്ടിക്കാൻ വരണ. ഹലോ, പോലീസ് സ്റ്റേഷൻ. അയ്യോ, എന്തൊരു മതിലിന് പൊക്കം വെച്ചാ കേറാൻ പറ്റില്ലല്ല. എടാ എന്റെ മൂടൊന്ന് താങ്ങിയാണ്. ഞാൻ ആരെ മൂടൊന്നും താങ്ങൂല. അയ്യോ ഇൻസ്പെക്ടർ സാർ, എന്താ സാർ ഈ നേരത്തെ ഇവിടെ? കള്ളന്മാരെ പിടിക്കാൻ വന്നത്. നമ്മളെ കള്ളന്മാരാ? നമ്മൾ പിടിച്ചാ സാറേ? ഇറങ്ങി ജീപ്പിൽ കയറാം. ജീപ്പിലാ? കോൺസ്റ്റബിൾ. എക്സ്പെക്ട് അൺഎക്സ്പെക്ടഡ്. ഈശ്വരാ തൂക്കി. സാറേ ദൈവസാക്ഷിയായിട്ട് നമ്മളെ കള്ളന്മാരല്ല. എല്ലാ കള്ളന്മാരും ഇത് തന്നെയാ പറയണ. തന്നെ അതെനിക്കൊരു പുതിയ അറിവാണ്. ഇങ്ങോട്ട് ഇറങ്ങണ. അച്ഛാ ഇത് പിടിച്ചാണ്. സാറേ സാറേ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നതാണ്. വിടണ എന്നെ. എല്ലായിടത്തല്ല എടുത്ത് നീ ലാസ്റ്റിന്റെ പൊടിക്കൈ. എന്തിനാ വിതരണ? മുളക് പൊടി. പോലീസ് നായക്ക് മണപ്പിച്ച് നമ്മളടുത്ത് വരാതിരിക്കാൻ വേണ്ടി തെളിവ് നശിപ്പിക്കണ്ടേ? പക്ഷെ ഇതിന് മുളക് പൊടിയുടെ മണം ഇല്ലല്ല. മുളക് പൊടിയാക്കി എന്റെ പൈസ വേണ്ടേ? അതൊന്നും ഞാൻ ചുരുട്ട് പൊടിച്ചത്. വരണ പോലീസ് നായിക്ക് അറിവിടല്ല ഇത് മുളക് പൊടിയാണ്, അതാ ചുരുട്ടയാണെന്ന്. ബുദ്ധി വേണം. ബാ അച്ഛ പൂട്ടി താക്കൂൽ എങ്ങനെയെങ്കിലും കൊടുത്താൽ രാവിലെ കൊടുത്തിട്ട് വാ.